ഹായ് ഗൈസ്. ലൈഫിൽ ഒരാളെ വല്ലാതെ സ്നേഹിച്ചിട്ട് പിന്നെ അയാളെ മറക്കുക അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മൾ അയാളെ വല്ലാതെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും നമ്മൾ ആത്മാവിലൂടെ ആയിരിക്കും ആ സ്നേഹം പുറത്ത് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മറക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പ്രയാസം നേരിടുന്നത്. ആ സമയത്ത് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര മോശമായിട്ടുള്ളതായിരിക്കും. എന്നാൽ പുറത്തുനിന്ന് ഇത് നോക്കിക്കാണുന്ന ഒരാൾക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. വളരെ നിസ്സാരമായിട്ടായിരിക്കും മൂന്നാമതുള്ള ഒരാൾ പറയുക, അതങ്ങ് മറന്നേക്ക്, അതങ്ങ് ഒഴിവാക്കിയേക്ക് എന്നൊക്കെ. കാരണം പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, എന്താപ്പോൾ മറന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എന്നായിരിക്കും. പക്ഷേ ആ വ്യക്തികളെ സംബന്ധിച്ച് അതവർക്ക് ഭയങ്കര വേദനയുള്ള ഒന്നാണ്. നിസ്സാരമായിട്ടങ്ങനെ പെട്ടെന്ന് മറക്കാനോ അതിൽ നിന്ന് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാനൊന്നും പറ്റില്ല. വളരെ സമയമെടുത്ത് വളരെ പ്രയാസപ്പെട്ടിട്ടായിരിക്കും അവരത് ചെയ്യുന്നുണ്ടാവുക. എങ്കിലും ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ മറവി ഒരു അനുഗ്രഹമായിട്ടും മാറാറുണ്ട്. അറിഞ്ഞുകൊണ്ട് സ്വയം വേദനിച്ചുകൊണ്ട് മറവിയെ സ്വീകരിക്കുന്ന ചില സമയങ്ങളും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ലൈഫിൽ പലതും മറക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് ലൈഫ് മുമ്പോട്ട് പോകുന്നുണ്ടാവുക. ആർക്കും ഒന്നും മറക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചതെങ്കിൽ ശരിക്കും നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഒരു കണക്കിന് മറവി ഒരു അനുഗ്രഹമാണ്. എന്നാൽ ചിലർക്ക് മനസ്സിലിപ്പോഴും വല്ലാത്ത വേദന തരുന്ന ഒന്നുമായിരിക്കും.